ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ സ്പ്രെഡുകൾ ഓപ്ഷൻ സ്ട്രാറ്റജി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയ മാതിരി ബട്ടർഫ്ലൈ ഓപ്ഷൻ സ്പ്രെഡുകൾ പറയുന്ന മാതിരി തന്നെ സുന്ദരാണ്. ഞാനൊരു കാര്യം ആദ്യം പറയുന്നു. ജഗ്ലേഴ്സ് അമ്മാനമാടുന്നവരെ പന്തെടുത്തിട്ട് 2 പന്ത് കഴിഞ്ഞോ 3 പന്ത് കഴിഞ്ഞോ 4 പന്തിലൊക്കെയാണ് ഇപ്പം നമ്മൾ കളി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വേറെ സ്പ്രെഡുകളും വേറെ സ്ട്രാറ്റജി വരുമ്പോൾ 4 പന്തുകളും 4 നിറത്തിലുള്ളത്, 4 വലിപ്പത്തിലുള്ളത്, പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളത്, ആ സ്ട്രാറ്റജീസും ഉണ്ട്. അപ്പോൾ നമ്മളിത് തുടങ്ങാം. ബട്ടർഫ്ലൈ സ്ട്രാറ്റജി തുടങ്ങാം. ബട്ടർഫ്ലൈ സ്പ്രെഡുകൾ പേരിന് വളരെ ബ്യൂട്ടിഫുള്ളാണ്. കൺസെപ്റ്റും അതേമാതിരി തന്നെ വളരെ ബ്യൂട്ടിഫുൾ തന്നെയാണ്. ഇതിൽ ഒരു ബട്ടർഫ്ലൈ സ്പ്രെഡ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ 4 ഓപ്ഷൻ കോൺട്രാക്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 3 ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസസിൽ ഒരു കോൾ ഓപ്ഷൻ, അതിൽ E1 എന്ന ഒരു പ്രൈസ് ലെവലിൽ നമ്മൾ വാങ്ങിക്കണം. വേറൊരു കോൾ ഓപ്ഷൻ അതിനേക്കാളും മുകളിൽ 2 ലെവൽ മുകളിൽ E3 എന്ന സ്ട്രൈക്ക് പ്രൈസിൽ വാങ്ങിക്കണം. 2 കോൾ ഓപ്ഷൻ ഇതിൽ E2 എന്ന പ്രൈസിൽ E1ൻ്റെയും E3യുടെയും ഇടയ്ക്ക് എടുക്കുന്ന E2 എന്ന പ്രൈസിൽ വാങ്ങിക്കണം. ഇത് E2 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കറണ്ട് സ്റ്റോക്ക് പ്രൈസിൻ്റെ അടുത്തായിരിക്കും. പ്രോഫിറ്റ് റിസൾട്ട് ചെയ്യണത് എത്രയും കൂടുതലായിരിക്കും ആ ലെവലിൽ. ഒരു ചെറിയ നഷ്ടം ഉണ്ടാവാം. എപ്പോൾ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു വിലയുടെ ചേഞ്ച് മുകളിലേക്കോ ചോട്ടിലേക്കോ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ചെറിയ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ സ്ട്രാറ്റജി ഒരു ട്രേഡർ ഉപയോഗിക്കുന്നത്, അതായത് ഒരുപാട് പ്രൈസ് ചേഞ്ചുകളൊന്നും ഉണ്ടാവില്ല. ചില്ലറ പ്രൈസ് ചേഞ്ചുകളൊക്കെ മുകളിലേക്കും ചോട്ടിലേക്കും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്താണ് ഒരു ട്രേഡർ ഇത് ഉപയോഗിക്കുന്നത്. ഇത് ലോവർ സ്ട്രൈക്ക് പ്രൈസ് എന്ന് നമ്മൾ പറഞ്ഞു. അത് ITM ആണ്, ഇൻ ദ മണി. അതുകൊണ്ട് ട്രേഡറിന് ഇൻ ദ മണി ആകുമ്പോൾ എപ്പോഴും പ്രീമിയം ഇതിൻ്റെ കുറച്ച് കൂടുതൽ വരും. മറ്റേ കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹയർ സ്ട്രൈക്ക് പ്രൈസിനാണ്, ഔട്ട് ഓഫ് മണിയിൽ. അതിൽ പ്രീമിയം കുറവാവുകയും ചെയ്യും. ബട്ടർഫ്ലൈ സ്പ്രെഡ് കൺസ്ട്രക്ഷൻ, ഒരു ITM കോള് E1 നമ്മൾ വാങ്ങിക്കുന്നു വിചാരിക്കുക, 50 രൂപയാണ്. 2 ATM കോളുകൾ നമ്മൾ വിൽക്കുന്നു E2, ആ ലെവല് 60 രൂപ വെച്ചിട്ട്. ഒരു OTM കോള് നമ്മൾ വാങ്ങിക്കുന്നു E3 ലെവല്, അത് 70 റുപ്പീസാണ്. E1, E2, E3 തുടങ്ങിയത് നമ്മൾ പറഞ്ഞു 50, 60, 70 രൂപയാണ്. സ്റ്റോക്ക് പ്രൈസ്
50 രൂപയിലും കുറവാണ് എന്ന് വെച്ചാൽ കോൾ ഓപ്ഷൻ അത് എക്സർസൈസ് ചെയ്യില്ല. നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. ടോട്ടൽ ലോസ് അത് നോക്കുകയെന്ന് വെച്ചാൽ ടു ദ ഇനീഷ്യൽ കോസ്റ്റ്, ആദ്യം നമ്മൾ ഇറക്കിയിട്ടുള്ള പ്രീമിയം, അതിലാണ് ടോട്ടൽ ലോസ് നമുക്കുണ്ടാവുക. അതേപോലെ തന്നെ 70 രൂപയിലും മേലെയുള്ള സ്ട്രൈക്ക് പ്രൈസ് വരികയെന്ന് വെച്ചാൽ എല്ലാ കോൾ ഓപ്ഷൻസും അവർ എക്സർസൈസ് ചെയ്യും. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതിൽ ടോട്ടൽ ലോസ് എന്താണ്ടാവുക എന്ന് വെച്ചാൽ ആ ഇനീഷ്യൽ കോസ്റ്റ്, അതായത് നമ്മൾ ലോങ് പൊസിഷന് വേണ്ടി കൊടുത്തിട്ടുള്ള അതിൻ്റെ പ്രീമിയം, അതാണ് ഇതിൽ ടോട്ടൽ കോസ്റ്റ് വരിക. ബിക്കോസ് ദ ഗെയിൻ ഓൺ ദ ഓപ്ഷനിൽ കിട്ടുന്ന വരുമാനം ലോങ് പൊസിഷനിൽ നിന്ന് വിൽ ബി എക്സാക്ട്ലി ഓഫ്സെറ്റ്. അത് ശരിക്ക് നിർവീര്യമാക്കപ്പെടും. എങ്ങനെ? അതിന് ക്രമാനുഗതമായിട്ടുള്ള ഒരു ലോസമുണ്ട്. 2 ഓപ്ഷൻ നമ്മൾ വിറ്റിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ലാഭം കൊണ്ട് ഇത് ബാലൻസ് ചെയ്തു പോകും. പ്രോഫിറ്റ് എപ്പോഴാണ് ഉണ്ടാവുക? സ്റ്റോക്ക് പ്രൈസ് 50-നും 60-നും ഇടയിലാണ് എന്ന് വെച്ചാൽ 50-ലും താഴെ പോയാലും ലാഭം ഉണ്ടാവില്ല, 60-ന് മേലെ പോയാലും ലാഭം ഉണ്ടാവില്ല. ഇറ്റ് ഷാൽ ബി ഹയർ ആസ് ദ പ്രൈസ് മൂവ്സ് ടുവേർഡ്സ് 60. 50-ന്ന് 60-ലേക്ക് മാറുകയാണ്. ഇതിൽ നിന്നുള്ള വിട്ടിട്ടുള്ള പ്രൈസ്, അതിൽ കിട്ടുന്ന പ്രോഫിറ്റ് ഡിക്രീസ് ചെയ്യും. എപ്പോൾ സ്റ്റോക്ക് പ്രൈസ് 70-ലേക്ക് കയറണോ അത്ര വരെ പ്രോഫിറ്റ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ മാക്സിമം പ്രൈസ് എപ്പോഴാണ് വരിക? 50-നും 60-നും ഇടയിൽ. 4 തരത്തിലുള്ള ബട്ടർഫ്ലൈ സ്പ്രെഡുകളുണ്ട്. 1 ലോങ് കോൾ ബട്ടർഫ്ലൈ, 2 ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ, 3 ലോങ് പുട്ട് ബട്ടർഫ്ലൈ, 4 ഷോർട്ട് പുട്ട് ബട്ടർഫ്ലൈ. ഇനി നമ്മൾ ഓരോന്നായിട്ട് ആദ്യത്തെ ലോങ് കോൾ ബട്ടർഫ്ലൈ നമുക്ക് നോക്കാം. ലോങ് കോൾ ബട്ടർഫ്ലൈ ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഒരു ലോങ് കോൾ ബട്ടർഫ്ലൈ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക? ഒരു കോൾ ഓപ്ഷൻ നമ്മൾ വാങ്ങിക്കണോ ലോവർ സ്ട്രൈക്ക് പ്രൈസിന്, അതായത് ഇൻ ദ മണി ഓപ്ഷൻ. ബൈങ് എ കോൾ വിത്ത് എ ഹയർ സ്ട്രൈക്ക് പ്രൈസ്, വേറൊരെണ്ണം വാങ്ങിക്കണോ കോൾ ഓപ്ഷൻ തന്നെ OTM-ൽ, അത് ഹയർ സ്ട്രൈക്ക് പ്രൈസാണ്. 2 ATM കോളുകൾ വിൽക്കണോ, അത് ബിറ്റ്വീൻ ദ എബൌട്ട് 2 സ്ട്രൈക്ക് പ്രൈസസ്. ആദ്യം നമ്മൾ ഇൻ ദ മണി കോൾ വാങ്ങിച്ചു, പിന്നെ OTM കോൾ വാങ്ങിച്ചു, അതിനിടയിൽ വരും മറ്റേ 2 ATM കോൾസ് നമ്മൾ വിൽക്കുന്നത്. ഇനി അതിൽ പ്രോഫിറ്റ്, അതേമാതിരി നഷ്ടങ്ങൾ. മാക്സിമം ലോസ് ATM സ്ട്രൈക്ക് പ്രൈസിൻ്റെയും ITM സ്ട്രൈക്ക് പ്രൈസിൻ്റെയും ഇടയിലുള്ള എമൗണ്ടിൽ നിന്ന് നെറ്റ് പ്രീമിയം കൊടുത്തിട്ടുള്ളത് കിഴിച്ചാൽ മാക്സിമം ലോസ് നമുക്ക് അറിയാൻ പറ്റും. അതായത് ATM സ്ട്രൈക്ക് പ്രൈസ്, ITM സ്ട്രൈക്ക് പ്രൈസ്, ഇതിനിടയിലുള്ള എമൗണ്ട്, അതിൽ നിന്ന് നെറ്റ് പ്രീമിയം കിഴിച്ചാൽ ലോസായി. മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രീമിയം കിട്ടിയത്, അതാണ് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാവുക. നമ്മൾ കോൾ ഓപ്ഷനാണ് വാങ്ങിച്ചേക്കണത്, പൈസ കൊടുക്കുകയാണ് ചെയ്യണത്. ലാഭമൊന്നും നമുക്ക് ഇതിന് കാര്യമായിട്ട് ഇതിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇനി അതിൻ്റെ ബ്രേക്ക് ഇവൺ പോയിൻറ്റ്സ്. 2 ബ്രേക്ക് ഇവൺ പോയിൻ്റാണ് ബട്ടർഫ്ലൈ സ്പ്രെഡ് പൊസിഷനിൽ വരുന്നത്. അപ്പർ ബ്രേക്ക് ഇവൺ പോയിൻ്റ്, മുകളിലത്തെ, അത് സ്ട്രൈക്ക് പ്രൈസ് ഓഫ് ഹയർ സ്ട്രൈക്ക് ലോങ് കോള്.
ഹയർ സ്ട്രൈക്ക് പ്രൈസിൻ്റെ ബ്രേക്ക് പോയിൻ്റ് എപ്പോഴും കൂടുതലായിരിക്കും, മൈനസ് നെറ്റ് പ്രീമിയം പെയ്ഡ്. ലോവർ ബ്രേക്ക് ഡൗൺ പോയിൻ്റ് അത് സ്ട്രൈക്ക് പ്രൈസ് ഓഫ് ലോവർ സ്ട്രൈക്ക് ലോങ് കോള്, അതും നെറ്റ് പ്രീമിയം കൂട്ടിയതും കൂടിയിട്ട് കിട്ടുന്ന എമൗണ്ടാണ് ലോവർ ബ്രേക്ക് ഡൗൺ പോയിൻ്റ്. എപ്പോഴാണ് ഈ ലോങ് കോൾ ബട്ടർഫ്ലൈ യൂസ് ചെയ്യുക? ലോങ് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡ് സാധാരണയായിട്ട് യൂസ് ചെയ്യണത് ഒരു ട്രേഡർക്ക് തോന്നുകയാണ് ഈ അണ്ടർലൈൻ അസറ്റിൻ്റെ വില മുകളിലേക്ക് പൂവ് ചോട്ടിലേക്ക് വരികയോ ചെയ്യും. അതായത് ഇൻവെസ്റ്റർ ന്യൂട്രലാണ് മാർക്കറ്റ് ഡയറക്ഷൻ ആൻഡ് ഓൺ ബെയറിഷ് ഓൺ വൊളാറ്റിലിറ്റി. മുകളിലേക്കാണോ ചോട്ടിലേക്കാണോ പോകണമെന്നുള്ളത് അയാൾക്കറിയില്ല. അത് ന്യൂട്രലാണ് മാർക്കറ്റിൽ. ഒന്നുകൂടി പറയാം, എപ്പോഴാണ് ലോങ് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡ് യൂസ് ചെയ്യണത്? ലോങ് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡ് യൂസ് ചെയ്യണത് ഇൻവെസ്റ്റർക്ക് തോന്നുകയാണ് ഈ അസറ്റിൻ്റെ വില മുകളിലേക്കോ ചോട്ടിലേക്കോ എക്സ്പിറേഷൻ ഡേറ്റിനുള്ളിൽ കാര്യമായിട്ട് മൂവ് ചെയ്യാൻ പോണില്ല. അതായത് അയാൾ ന്യൂട്രലാണ് ഈ കാര്യത്തിൽ, മാർക്കറ്റ് ഡയറക്ഷൻ്റെ കാര്യത്തിൽ. മുകളിലേക്കാവാം, ചിലപ്പോൾ ചോട്ടിലേക്കാവാം. വളരെ ബെയറിഷാണ് വൊളാറ്റിലിറ്റിയിൽ. മുകളിലേക്ക് പോകണതും ചോട്ടിലേക്ക് പോകണതും വളരെ സ്ലോ ആവാണ്, ചെറിയതായിട്ടാണ് പോകുന്നത്. ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ ഇത് താഴെ പറയുന്ന 3 ഓപ്ഷൻസാണ് യൂസ് ചെയ്യണത്. ഏതൊക്കെയാ? ആദ്യത്തെ ഒരു കോൾ ഓപ്ഷൻ അത് വിൽക്കുന്നു. രണ്ടാമത്തെ ഒരു കോൾ ഓപ്ഷൻ വിത്ത് റിലേറ്റീവ് ലോ സ്ട്രൈക്ക് പ്രൈസ് E3 അത് വിൽക്കുന്നു. മൂന്നാമത്തെ 2 കോൾ ഓപ്ഷൻസ് വിത്ത് സ്ട്രൈക്ക് പ്രൈസ് E2, E1ൻ്റെയും E3യുടെയും ഇടയിൽ കിടക്കുന്നതാണ് E2. അതായത് ഹാഫ് ബിറ്റ്വീൻ E1 ആൻഡ് E3 വാങ്ങിക്കുന്നു. ആദ്യത്തെ ഒന്നും E1ഉം E3യും വിൽക്കുന്നു, ഓരോ റിലേറ്റീവ്ലി ഹയർ സ്ട്രൈക്ക് പ്രൈസിലും. ഇനി അതിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ്, മാക്സിമം ലോസ് ലിമിറ്റ് ചെയ്തേക്കുന്നത് ATM സ്ട്രൈക്ക് പ്രൈസിൻ്റെയും ITM സ്ട്രൈക്ക് പ്രൈസിൻ്റെയും ഇടയിലുള്ള ഡിഫറൻസ്. അതിൽ നിന്ന് നെറ്റ് പ്രീമിയം കിട്ടിയത് കിഴിച്ചുണ്ടെന്ന് വെച്ചാൽ മാക്സിമം ലോസ് അത്രയുണ്ടാവുക, മാക്സിമം പ്രോഫിറ്റ് എത്രയുണ്ടാവും? അത് നെറ്റ് പ്രീമിയം കിട്ടിയിരിക്കുന്നത് പൊസിഷനിൽ അത്രേ ഉണ്ടാവുള്ളൂ മാക്സിമം പ്രോഫിറ്റ്. ഇനി ബ്രേക്ക് ഈവൺ പോയിൻറ്റ്സ് 2 അപ്പർ ബ്രേക്ക് ഈവൺ പോയിൻ്റ് സ്ട്രൈക്ക് പ്രൈസ് ഓഫ് ഹയസ്റ്റ് സ്ട്രൈക്ക് ഷോർട്ട് കോൾ മൈനസ് നെറ്റ് പ്രീമിയം റിസീവ്ഡ്. ലോവർ പോയിൻ്റ് സ്ട്രൈക്ക് പ്രൈസ് ഓഫ് ലോവസ്റ്റ് സ്ട്രൈക്ക് ഷോർട്ട് കോൾ പ്ലസ് നെറ്റ് പ്രീമിയം റിസീവ്ഡ്. ഇനി എപ്പോഴാണ് ഈ ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ ഉപയോഗിക്കുക? ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ ഉപയോഗിക്കുന്നത് ഒരു ട്രേഡർ മാർക്കറ്റ് ഡയറക്ഷനിൽ ന്യൂട്രലാണ്. അയാൾക്കറിയില്ല മുകളിലേക്ക് പോവോ ചോട്ടിലേക്ക് പോവോ എന്നറിയില്ല. പക്ഷെ അയാൾ ബുള്ളിഷ് ഓൺ വൊളാറ്റിലിറ്റി. മുകളിലേക്കും കാര്യമായിട്ട് പോവാം, ചോട്ടിലേക്കും കാര്യമായിട്ട് വരാം. ആ അവസരത്തിലാണ് ഇതവർ ഉപയോഗിക്കുന്നത്. ലോങ് പുട്ട് ബട്ടർഫ്ലൈ. ലോങ് പുട്ട് ബട്ടർഫ്ലൈസിൽ താഴെ പറയുന്ന ഓപ്ഷൻസാണ് ചെയ്യുന്നത്. അതായത് 2 ATM പുട്ടുകൾ വിൽക്കുന്നു, ഒരു ATM പുട്ട് വാങ്ങിക്കണോ, അതോടൊപ്പം തന്നെ ഒരു OTM പുട്ട് വേറെ വാങ്ങിക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ്, മാക്സിമം ലോസ് ഇത് ATM സ്ട്രൈക്ക് പ്രൈസിൻ്റെയും ITM സ്ട്രൈക്ക് പ്രൈസിൻ്റെയും ഇടയിലുള്ള ഡിഫറൻസ് മൈനസ് പ്രീമിയം പെയ്ഡ് ഫോർ ദ സ്പ്രെഡ്.
മാക്സിമം ലോസ് അത്രയാണ് വരിക. മാക്സിമം പ്രോഫിറ്റ് വരുന്നത് ലിമിറ്റഡ് ആണ്. നെറ്റ് പ്രീമിയം റിസീവ്ഡ് ഫ്രം ദ സ്പ്രെഡ്. ചിലതിന് പ്രീമിയം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, ചിലതിന് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നെറ്റ് പ്രീമിയം എത്ര കിട്ടി അത്രയും അതിൽ ലാഭം ഉണ്ടാവുള്ളൂ. ഇനി എപ്പോഴത് ഉപയോഗിക്കുന്നത്? ലോങ് പുട്ട് ബട്ടർഫ്ലൈ ഉപയോഗിക്കുന്നത് ട്രേഡർ ന്യൂട്രലാണ് മാർക്കറ്റ് ഡയറക്ഷനിൽ. മുകളിലേക്ക് പോവോ ചോട്ടിലേക്ക് പോവോ എന്നറിയില്ല, പക്ഷെ പോകുന്നുണ്ട് വിചാരിച്ചാൽ വോളറ്റാലിറ്റി ബുള്ളിഷായിരിക്കും. അപ്പോഴാണിത് ഉപയോഗിക്കുന്നത്. ഷോർട്ട് പുട്ട് ബട്ടർഫ്ലൈ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ വലിയ ലാഭമൊന്നുമില്ല, ലിമിറ്റഡ് പ്രോഫിറ്റാണ്, പക്ഷേ റിസ്ക്കും ലിമിറ്റഡ് ആണ്. 3 സ്ട്രൈക്ക് പ്രൈസാണുള്ളത്. ആദ്യം ഒരു ഇൻ ദ മണി പുട്ട് ഓപ്ഷൻ നമ്മൾ വിൽക്കുന്നു. അത് ലോവർ സ്ട്രൈക്ക് പ്രൈസിലാണത് വിൽക്കുന്നത്. പിന്നെ വിൽക്കുന്നത് വേറൊരെണ്ണം ഒരു OTM പുട്ട്, ഔട്ട് ഓഫ് ദ മണി പുട്ട്. അത് ഹയസ്റ്റ് സ്ട്രൈക്ക് പ്രൈസിലാണ് വിൽക്കുന്നത്. നമ്മുടെ പഴയ ഭാഷയിൽ പറയുകയെന്ന് വെച്ചാൽ ഒരെണ്ണം 1ഉം ഒരെണ്ണം 4ഉം 2ഉം 3ഉം 2 ATM പുട്ട് ഓപ്ഷനാണ് നടുക്കിലുള്ളത്. നമ്മളത് വാങ്ങിക്കണം. ബൈ 2 ATM പുട്ട് ഓപ്ഷൻ. സ്ട്രൈക്ക് പ്രൈസ് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ OTM പുട്ട് ഓപ്ഷൻ വിറ്റില്ലേ ഹയർ സ്ട്രൈക്ക് പ്രൈസിന്, അതും അതിൻ്റെ ആദ്യം നമ്മളൊരു ITM പുട്ട് ഓപ്ഷൻ നമ്മൾ വിറ്റു, അതിൻ്റെ ഇടയിലുള്ള 2 ATM പുട്ട് ഓപ്ഷനാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രോഫിറ്റ് ലോസ്. മാക്സിമം ലോസ് ലിമിറ്റഡ് ആണ്. ATM സ്ട്രൈക്ക് പ്രൈസിൻ്റെ ITM സ്ട്രൈക്ക് പ്രൈസിൻ്റെ വ്യത്യാസത്തിൻ്റെ ഉള്ളിൽ ഉള്ള എമൗണ്ട് മൈനസ് നെറ്റ് പ്രീമിയം. മാക്സിമം പ്രോഫിറ്റ് അത് നെറ്റ് പ്രീമിയം കിട്ടിയിരിക്കുന്നത്, അതായത് 2 ATM പുട്ട് നമ്മൾ വാങ്ങിച്ചു, അതിന് നമ്മൾ കൊടുത്തു 2 ATM പുട്ട്. ഇതിൽ രണ്ടിൻ്റെ തമ്മിലുള്ള വ്യത്യാസമാണ് മാക്സിമം കിട്ടാവുന്ന വില. ബ്രേക്ക് ഇവൺ പോയിന്റുകൾ. അപ്പർ ബ്രേക്ക് ഇവൺ പോയിന്റ് സ്ട്രൈക്ക് പ്രൈസ് ഓഫ് ദ ഹയസ്റ്റ് ഷോർട്ട് പുട്ട് മൈനസ് നെറ്റ് പ്രീമിയം റിസീവ്ഡ്. ലോവർ ബ്രേക്ക് ഇവൺ പോയിന്റ് സ്ട്രൈക്ക് പ്രൈസ് ഓഫ് ലോവർ സ്ട്രൈക്ക് ഷോർട്ട് പുട്ട് പ്ലസ് നെറ്റ് പ്രീമിയം റിസീവ്ഡ്. ഇനി എപ്പോഴാണ് ഈ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത്? ഷോർട്ട് പുട്ട് ബട്ടർഫ്ലൈ സ്പ്രെഡ് ഉപയോഗിക്കുന്നത്. ഷോർട്ട് പുട്ട് ബട്ടർഫ്ലൈ സ്പ്രെഡ് ഉപയോഗിക്കുന്നത് ട്രേഡർക്ക് തോന്നുന്നതാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ന്യൂട്രലാണ്. മുകളിലേക്കാണോ ചോട്ടിലേക്കാണോ വില പോകണമെന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷേ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ അത് ബുള്ളിഷായിരിക്കും, മേലോട്ട് പോകാനാണ് സാധ്യത. ആ സമയത്താണിത് ഉപയോഗിക്കുന്നത്. അയേൺ ബട്ടർഫ്ലൈ പേര് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുന്നു അല്ലേ? ശക്തിയുള്ള ബട്ടർഫ്ലൈ. ഇവിടെ ശക്തി എന്ന് മനസ്സിലാവില്ല കേട്ടോ, കാരണം ഇതിൽ ലിമിറ്റഡ് പ്രോഫിറ്റുമാണ്, ലിമിറ്റഡ് റിസ്ക്കുമാണ്. അതുകൊണ്ടാവോ വേണമെങ്കിൽ അയ്യണുള്ളത് ശക്തി എന്നൊക്കെ പറയണത്. ഏതായാലും ഈ സ്ട്രാറ്റജി ഒരു ട്രേഡർ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ബെയറിഷ് വോളറ്റാലിറ്റിയാണ് മാർക്കറ്റിൽ കാണാൻ കഴിയണത്. പിന്നെ അയാൾ ന്യൂട്രലാണ്. മാർക്കറ്റ് മൂവ്മെൻറ്റ് ആൾക്ക് മുകളിലേക്ക് പോകണ്ടോ ചോട്ടിലേക്ക് പോകണ്ടോ എന്നുള്ളതൊന്നും പറയാൻ ആൾക്ക് പറ്റില്ല. ഈ സ്ട്രാറ്റജിയിൽ ഒരു ട്രേഡർ ഒരു OTM പുട്ട് ഓപ്ഷൻ വാങ്ങിക്കണോ
ഒരു ATM പുട്ട് ഓപ്ഷൻ വിൽക്കണോ, ഒരു ATM കോൾ ഓപ്ഷൻ വിൽക്കണോ, പിന്നെ ഒരു ATM കോൾ ഓപ്ഷൻ വാങ്ങിക്കണം. ഇതിൽ ലോങ്ങും ഷോർട്ടും പൊസിഷൻ്റെ ഓഫ്സെറ്റിങ് കൊടുക്കൽ വാങ്ങിക്കൽ മുഖേന ഇതിൽ പ്രോഫിറ്റും അതേമാതിരി റിസ്ക്കും വളരെ കുറവാണ്. ആ നിലയിൽ മാത്രമേ ഇത് പ്രയോഗിക്കാറുള്ളൂ. നമ്മൾ ഇന്ന് പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കോണ്ടോർ സ്ട്രാറ്റജി എന്നുള്ള സ്ട്രാറ്റജിയാണ്. കോണ്ടോർ എന്ന് പറയുന്നത് വെച്ചാൽ സൗത്ത് അമേരിക്കയിലെ അർജൻറ്റീന, ബ്രസീൽ തുടങ്ങിയുള്ള രാജ്യങ്ങളിൽ ഞങ്ങളുടെ നാട്ടിൽ കേട്ടോ ഉണ്ട് എന്ന് പറയുന്ന ഒരു വലിയ തരം കഴുകനാണ്. ലോർച്ച് വൾച്ചർ. കഴുകന്മാരുടെ ചിറകുകൾ നമുക്കറിയാം, അല്ലെങ്കിൽ തന്നെ വലിപ്പമുള്ളതാണ്. ഈ കോണ്ടോറിൻ്റെ ചിറകുകൾക്ക് കണ്ടമാനം വലിപ്പമുണ്ടാവും. അതാണ് ഈ സ്ട്രാറ്റജികൾക്ക് പേര് കൊടുത്തേണ്ടത് കോണ്ടോർ സ്ട്രാറ്റജീസ്. കാരണം അത് ഗ്രാഫിക്കൽ ഫോമിൽ നമ്മൾ ചെയ്യുന്നില്ല. ഗ്രാഫിക്കൽ ഫോം കാരണം അത് ചെയ്തെന്ന് വിചാരിച്ചാൽ അതിനു വേണ്ടി തന്നെ 1.5 ക്ലാസ് വേണ്ടി വരും. ഗ്രാഫിക്കൽ ഫോമിൽ കഴുകൻ ചിറക് പിടിച്ച് നിൽക്കുന്ന പ്രതീതിയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് അതിനെ കോണ്ടോർ എന്ന് വിളിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് നോക്കാം. Okay, see you. Thank you very much. See you in the next class.